ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് കേക്ക് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ബേസിക് ആയിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണിത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഫസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതൊരു ബൗളെടുത്ത് അതിൽ ഒരു അരിപ്പ വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് ഉപയോഗിക്കുന്നത്. മെഷറിങ് കറക്റ്റ് ആയിരിക്കണം. കപ്പളവില്ലെങ്കിൽ ഗ്ലാസ് അളവായാലും മതി. നിങ്ങൾ എന്തിനാണോ അളവെടുക്കുന്നത് ആ അളവായിരിക്കണം എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ്. ഞാൻ ഇപ്പോൾ ഇവിടെ കപ്പളവ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കുന്നില്ല, ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കാത്ത കാരണം ഞാൻ ഇതിൽ മുട്ട ഉപയോഗിക്കുന്നില്ല. അത് കാരണം തന്നെ ഞാൻ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നത്. ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇനി 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. കയ്യിൽ 2 പിഞ്ച് എടുത്താൽ മതി. ഇങ്ങനെ 2 പിഞ്ച് എടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്നൊരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചോ ഒരു സ്പൂൺ വെച്ചൊന്ന് അരിച്ചെടുക്കാം. ഞാൻ ചെറിയൊരു ബൗൾ എടുത്ത കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡസ്റ്റ് ചെയ്താൽ മതി. എത്രത്തോളം അരിക്കുന്നു അത്രത്തോളം നമ്മുടെ കേക്ക് സോഫ്റ്റ് ആവും. ഞാനിവിടെ 3 വരി അരിച്ചെടുക്കുന്നുണ്ട്. അത് കാരണം തന്നെ എൻ്റെ കേക്ക് നല്ല സോഫ്റ്റാണ്. ഞാൻ ലംസ് ഒന്ന് കളഞ്ഞതിന് ശേഷം വേറൊരു ബൗൾ വെച്ച് ഇതൊന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം. ഒരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണ്, മെഷർമെൻറ്റ് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ കേക്ക് ക്രാക്കാവും. ഇനി ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചോ ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്, ആവശ്യമില്ല എന്നാലും ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വെജ് ഇൻഗ്രീഡിയൻസ് ഒന്ന് തയ്യാറാക്കാം. അതിനൊരു ബൗളെടുത്ത് അതിലേക്ക് 1/3 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, അതാണ് നല്ലത്. ഞാൻ ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്, എന്നിട്ട് 1 കപ്പ് അളവെടുത്തതാണ്. ഇനി കുറച്ചായി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വിസ്ക് കൊണ്ട് അലിയിച്ചെടുക്കാം. ഷുഗറൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഫുള്ള് ഷുഗറും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കട്ടയായ പോലുണ്ട്, അത് കുഴപ്പമില്ല. പാലാണ് ചേർക്കുന്നത് അടുത്തത്, അത് അലിഞ്ഞോളും. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു 1/4 ഭാഗം പാൽ ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. ഒരു ബട്ടർ മിൽക്കിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ കേക്ക്. ഇനി ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഷുഗറൊന്ന് മെൽറ്റാണ് വരുന്ന മിക്സ് ചെയ്യാം. ഷുഗർ കട്ടയായിട്ടല്ല നിൽക്കുന്നത്, അതൊന്ന് മെൽറ്റ് ആവണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ കോഫി മിക്സറാണ് ഉണ്ടാക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ 1 ടീസ്പൂൺ കോഫി പൗഡറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു കോഫി ഫ്ലേവർ നമ്മൾ ചോക്ലേറ്റ് കേക്കിലുണ്ടാവും, വളരെ ടേസ്റ്റാണ്. അതൊന്ന് ചേർത്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആവും. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ. എന്നിട്ട് അത് മിൽക്ക് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
കുറച്ച് കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഓവർ മിക്സ് ആവും. ഞാൻ 2 സ്പൂണായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഓവർ മിക്സ് ആവാതെ നോക്കണം. ഞാൻ എല്ലാ കേക്ക് റെസിപ്പിയിലും ഇത് പറയുന്നുണ്ട്, ഓവർ മിക്സ് ആവരുതെന്ന്. ഓവർ മിക്സ് ആയാൽ നമ്മുടെ കേക്ക് മുകൾ ഭാഗം പൊട്ടും, അല്ലെങ്കിൽ ഉള്ളിൽ ശരിയാവില്ല, അങ്ങനെയൊക്കെ വരും. അതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് ഇനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ജോയിൻ്റായി കൊടുക്കാം. അല്ലാതെ ഓവർ മിക്സ് ആവരുത്, ഞാൻ പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ്. ഇനി നമുക്ക് വിസ്ക് ഒന്ന് മാറ്റി ഒരു തവിയോ അല്ലെങ്കിൽ സ്പാച്ചുലയോ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. വളരെ സിമ്പിളാണ്. ഇങ്ങനെ ചെയ്തെടുത്താൽ കട്ടകളൊന്നും ഉണ്ടാവില്ല, ഓവർ മിക്സും ആവില്ല. ഒരു 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ എല്ലായിടത്തും കമ്പൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. കേക്ക് ടിൻ ഇല്ലെങ്കിൽ ഒരു സോസ് പാൻ ആയാലും മതി. അതിനും ഈ മെത്തേഡിന് ഉപയോഗിച്ചാൽ ആദ്യം ഗ്രീസ് ചെയ്യുക, പിന്നെ ബട്ടർ പേപ്പർ വെക്കുക, എന്നിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, 4 പുറം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഫുൾ ബാറ്റർ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എയർ ബബിൾസ് അതിൻ്റെ ഉള്ളിലുണ്ടാവും, അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത്. ഇതൊന്ന് ബാക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇങ്ങനെ ഒരു പാത്രം, വലിയൊരു പാത്രമാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മണലിട്ട് കൊടുക്കാം, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. മണലിട്ടിട്ട് പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപ്പാണ് ഉപയോഗിക്കുന്നത്, എനിക്കതാണ് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒരു റിങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ പ്രീഹീറ്റ് ചെയ്യണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെക്കാം. ഇറക്കി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ കൈയൊന്നും പൊള്ളരുത്. കാരണം നല്ല ചൂടുള്ള പാത്രത്തിലാണ് നമ്മൾ വെക്കുന്നത്, അതുകൊണ്ട് കൈ പൊള്ളാതെ സൂക്ഷിക്കണം. ഇനി ഇത് അടച്ചു വെക്കാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് വെക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമാക്കി 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം. ഇനി കേക്ക് ബേക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ വെച്ച് അതിലൊന്ന് കുത്തി നോക്കാം. ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് ബേക്കായി എന്നർത്ഥം. കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വെക്കണം. ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് ബേക്കായിക്കണമെന്ന് അർത്ഥം. ഇപ്പോൾ കറക്റ്റായിട്ട് ബേക്കായിക്കണം, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും കേക്ക് ടിൻ മാറ്റി വെക്കാം. ഇപ്പോൾ ചൂടൊക്കെ ഉണ്ട്, എന്നാലും തൊട്ടൊക്കെ ഉണ്ട്. തൊട്ട് വെക്കുമ്പോൾ തന്നെ അറിയേണ്ടി എത്രത്തോളം സോഫ്റ്റാണെന്ന്. ജസ്റ്റ് ഒന്ന് ആട്ടി വെക്കുകയാണ്. ഇനി നമുക്കിത് കേക്ക് ടിന്നിൽ നിന്നും മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ മുകൾ ഭാഗം ഒന്നും ക്രാക്ക് ആയിട്ടില്ല, നമ്മൾ ഓവർ മിക്സ് ചെയ്യാത്തത് കൊണ്ടാണ് ക്രാക്ക് ആവാത്തത്. പ്ലെയിൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ചോക്ലേറ്റ് കേക്കിൻ്റെ
ഒരു ബേസിക് റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് കേക്കിന് വേണമെങ്കിലും ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. സോഫ്റ്റ് മോഷൻസ് ആയിട്ടുള്ള കേക്ക് കിട്ടും. വേണമെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റിന് നിങ്ങൾക്ക് ഈ മെത്തേഡിന് ഉപയോഗിക്കാം. നല്ല കേക്ക് കിട്ടും. ഇനി ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയിട്ട് നോക്കാം. ഇങ്ങനെ അമർത്തി നോക്കിയാൽ തന്നെ അറിയണ്ട് എത്രത്തോളം ഇത് സോഫ്റ്റാണെന്ന്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് തയ്യാറായിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ടാപ്പ് ചെയ്ത് കാരണം എയർ ബബിൾസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാലും നോക്കി നോക്കാം. കത്തി ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അത്രത്തോളം സോഫ്റ്റാണ് നമ്മളെ കേക്ക്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റാണെന്ന്. ഇനി അത് എടുത്തിട്ട് ഉള്ളൊന്ന് നോക്കി നോക്കാം. കണ്ടോ, എയർ ബബിൾസ് കാരണം ഒരു ഹോളൊന്നുമില്ല നമ്മുടെ കേക്കിന്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. ചൂടുണ്ട്. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ചൂടാറിയിട്ട് കട്ട് ചെയ്താൽ മതി. കുറച്ച് ചൂടുണ്ട്. നമുക്ക് സ്ലൈസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാകുന്ന മോയ്ഷ്യസ് ആയിട്ടുള്ള കേക്കാണ്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.